ഹായ്, അപ്പോൾ നമുക്കൊന്ന് രാവിലെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ സാലഡ് ഉണ്ടാക്കിയാലോ. ഞാൻ അതിന് വേണ്ടി ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഫ്രൂട്ട്സുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, കുറച്ച് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇട്ട് കൊടുക്കാം. ഇതാ കണ്ടോ, ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ സാലഡിന് എപ്പോഴും കുറച്ച് വലിയ സൈസായിട്ടാണ് സാധാരണ കട്ട് ചെയ്യാറ്. എല്ലാം ഓരോരുത്തരും ഇഷ്ടം. അടുത്തത് പേറാണ്, ചേർത്ത് കൊടുക്കാം. ഗുവ ചേർത്ത് കൊടുക്കാം. ഇനി വന്നിരിക്കുന്നത് അവക്കാഡോ ആണ്, അതും ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ, ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കട്ടെ. നമുക്കിതിലേക്ക് വേണ്ട ഡ്രസ്സിങ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഗ്രീക്ക് യോഗട്ടാണ് എടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് എൻ്റെ അടുത്തുള്ള ചെറുനാരങ്ങ കേടായിപ്പോയി, അതുകൊണ്ട് ഞാൻ ഓറഞ്ച് ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. കുറച്ച് വളരെ ചെറിയ അളവിൽ മതിയാവും. ഇനി ഓറഞ്ചിൻ്റെ തൊലിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, സെസ്റ്റ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഫ്രൂട്ട് ഫില്ലിംഗ് ആണ്, ഫിഗിൻ്റെ ആണ് കേട്ടോ. ഫിഗ് ആണ് ഫ്ലേവർ. നമുക്ക് ഇഷ്ടത്തിനുള്ളത് ഏതാ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് ഹണി ചേർത്ത് കൊടുക്കാം. ഹണി ഏകദേശം ഒരു ടീസ്പൂണിന് മുകളിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ആക്കി കൊടുക്കാം. മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു ബോട്ടിലുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇത് മതി. ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് കോൺഫ്ലേക്സ് ആണ്. ഇത് ഞാൻ കോൺഫ്ലേക്സ് വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതൊരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടി അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. ഓക്കെ, ഇത് മതി. ഇതിലേക്ക് നമുക്ക് കോൺഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള സാലഡ് റെഡിയാണ്. കണ്ടോ, ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങളിത് കഴിക്കട്ടെ. ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം.